എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിന്റെ സമാനമായ രീതിയിൽ ജൂൺ 24-ന് സെന്റ് ലൂസിയയിലെ ഡാരൻ സാമി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നിർണായക സൂപ്പർ 8-ൽ നേരിടും. 8 വർഷത്തിനു ശേഷമാണ് ഇരു ടീമുകളും T20 ലോകകപ്പ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും അവസാനമായി ഏറ്റുമുട്ടിയത് 2016-ലായിരുന്നു. അന്ന് ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചിരുന്നു. കൂടാതെ T20 ലോകകപ്പിൽ 12 വർഷമായി ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം സൂപ്പർ 8-ലെ 2 മത്സരങ്ങളിൽ നിന്ന് 2 വിജയങ്ങളുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. ജൂൺ 23-ന് അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഓസീസ് തീർച്ചയായും ജയിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരമായിരുന്നു അത്. ഇന്ത്യയോട് തോൽക്കുകയും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഓസ്ട്രേലിയ മത്സരത്തിൽ പുറത്താകും. ഓസീസിനോട് വലിയ മാർജിനിൽ തോക്കുകയും അഫ്ഗാൻ വലിയ മാർജിനിൽ വിജയിക്കുകയും ചെയ്താൽ ഈ ലോകകപ്പിൽ നിന്ന് പുറത്താകാനുള്ള ചെറിയ സാധ്യതയും ഇന്ത്യയ്ക്കുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ ഇപ്പോൾ മികച്ച ഫോമിലാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ ഒരു കളി പോലും തോറ്റിട്ടില്ല. 2023 ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിട്ടപ്പോഴും സമാനമായ അവസ്ഥയിലായിരുന്നു ഇന്ത്യ. പക്ഷേ അന്ന് വിജയം ഓസ്ട്രേലിയയ്ക്കൊപ്പമായിരുന്നു. ബംഗ്ലാദേശിനെതിരെ 50 റൺസിന്റെ മികച്ച വിജയം രേഖപ്പെടുത്തിയാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നത്. വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു വലിയ സ്കോറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഫോമിൽ അല്ല എന്നുള്ളത് ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ്. ബാറ്റിംഗിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്ത രവീന്ദ്ര ജഡേജ ഒഴികെയുള്ള മധ്യനിരയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലെ താരമായ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടുന്ന മധ്യനിര നല്ല ഫോമിലാണ്. എന്നിരുന്നാലും ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിൽ ശിവം ദുബെയ്ക്ക് പകരം സഞ്ജു സാംസണെ ഇറങ്ങും. ഇതുവരെ അവസരം കിട്ടാത്ത സഞ്ജുവിനെ നാളത്തെ മത്സരത്തിൽ കളിപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. ഇനി നമുക്ക് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണായി ഋഷഭ് പന്ത് ഇറങ്ങും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ 5-ാമനായി സഞ്ജു സാംസൺ എത്തും. 6ഉം 7ഉം നമ്പറുകളിലായി ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും എത്തും. ഇനി ബൗളിംഗ് നിരയിലേക്ക് സ്പിന്നിൽ ജഡേജ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നിവരും പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരും ഉണ്ടാകും. ബൗളിംഗിൽ പതിവുപോലെ ജസ്പ്രീത് ബുംറ തീപാറും ഫോമിലാണ്. ബംഗ്ലാദേശിനെതിരെ 3 വിക്കറ്റ് നേട്ടത്തോടെ കുൽദീപ് യാദവും തന്റെ ഫോമിലേക്ക് എത്തി. ഇനി മറുവശത്ത് ഓസ്ട്രേലിയയാകട്ടെ അഫ്ഗാനോട് തോൽവി ഏറ്റുവാങ്ങിയ മനോവിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസവും കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച പോലെ തന്നെ ഓസ്ട്രേലിയയുമായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.